നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെയുള്ളത് ശ്രീ കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി. മുഖവരയൊന്നും ആവശ്യമില്ലാത്ത ആളാണ്, അതുകൊണ്ട് നീട്ടിപ്പരുത്തി ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഒരു വാചകത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണമെങ്കിൽ 150 രൂപ മാസ ശമ്പളത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 25,000 കോടി രൂപയോളം ആസ്തിയുള്ള ഒരു വലിയ കമ്പനി സൃഷ്ടിച്ചെടുത്ത ആളാണ്. എന്ന് മാത്രമല്ല, വി-ഗാർഡ് അല്ലെങ്കിൽ കൊച്ചൗസേഫ് ഈ രണ്ട് പേരുകളും മലയാളിക്ക് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യതയുടെ പര്യായമായിട്ടുള്ള പേരുകളാണ് എന്നുള്ളതാണ്. വി-ഗാർഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണോ, ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്നുള്ള ഒരു ധൈര്യം നമുക്ക് തന്ന ഒരാൾ കൂടിയാണ് ശ്രീ കൊച്ചൗസേഫ് സാർ. ഞാനിപ്പോൾ രാവിലെ സാറിനോട് പറയായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യായിരുന്നതെന്ന് ഞാൻ തന്നെ അതിശയപ്പെടുന്നുണ്ട്. ഒരു തവണ ഒരു അറ്റംപ്റ്റ് നടന്നെങ്കിലും അത് സാധിച്ചില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സാറിനെ കൊണ്ടുവരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ചാനൽ പ്രധാനമായിട്ടും വാഹനങ്ങളാണല്ലോ. പക്ഷേ സാറിനോട് വാഹനങ്ങളെപ്പറ്റി ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന് എനിക്ക് രാവിലെ മനസ്സിലായി. കാരണം ഇവിടെ വന്നിട്ട് ഏതൊക്കെയാണ് എൻ്റെ ബാക്കിൽ കിടക്കുന്ന വണ്ടികളെന്ന് ചോദിച്ചപ്പോൾ സാറിന് അത് എന്നൊക്കെ ഉരുളുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടികളെപ്പറ്റി വലിയ ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം. എന്തായാലും നമുക്ക് താല്പര്യമുള്ള ചില വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. ഒന്ന് ബെൻസിൻ്റെ എസ് ക്ലാസ് ഉണ്ട്, തൊട്ട് ബാക്കിൽ BMW X7 ഉണ്ട്, അതിൻ്റെ ബാക്കിലായിട്ട് ഒരു കിയ സെൽറ്റോസ്, അങ്ങനെ ചില വാഹനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പല വിശേഷങ്ങൾ ചോദിക്കാം. എങ്കിൽ പോലും സാറിൻ്റെ കാര്യത്തിൽ ജീവിത കഥയൊന്നും ഇനി അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെ ധാരാളം പേര് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. യൂട്യൂബിലും ഒക്കെ ധാരാളം വീഡിയോസ് ഉണ്ട്. അപ്പോൾ സാറേ, എൻ്റെ ഒരു അയൽവാസിയായിരുന്നു സാർ കുറേ കാലം, വർഷങ്ങളോളം, 15 വർഷത്തോളം ഞങ്ങൾ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഈ വീട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന വീടാണ്. പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വീട് വെക്കുന്ന കാലത്ത് ഈ ബൈപ്പാസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ലൈൻ റോഡായിരുന്നു. ബൈപ്പാസ് ടാർ ചെയ്തിട്ടില്ല, ഇല്ല, ഈവൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം ആ റെയിൽവേ ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് പണിതുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ വീട് പണി നടക്കുന്നത്. അപ്പൊ പരിചയക്കാരെല്ലാരും ചോദിച്ചു, എന്ത് എത്ര അകലെ പോയി താമസിക്കാൻ പോണേ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ കമേഴ്സ്യലായി മാറി. കമേഴ്സ്യൽ എന്ന് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ട് ആണ്. എനിക്കത് 2 വീടുകള് ഇപ്പോഴും ഇവിടെ റോഡ് സൈഡിൽ കാണാനുള്ളൂ അല്ലേ? ഇവിടെ വിശാലമായി എന്താ പറയുക, ഞാൻ രാവിലെ വന്നു കയറിയപ്പോൾ ഒരു പർണശാല പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ഇഷ്ടംപോലെ ചെടികൾ, അതുപോലെ ഇടയ്ക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ സാറ് കൂട്ടമായിട്ട് ഇവിടെ തന്നെയാണ് താമസം അല്ലേ? താമസം ഇവിടെ തന്നെയാണ്. 2 മക്കള്, ഒരാള് ബാംഗ്ലൂരും ഒരാള് കൊച്ചി തന്നെയുണ്ട്. പക്ഷെ ഇവിടെ ജവഹർ നഗറിലാണ്. സാർ ഇപ്പൊ ഈ വി-ഗാർഡിൽ നിന്നും അതുപോലെ വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്നും പൂർണ്ണമായും വിരമിച്ച് ഞാൻ വെറുതെ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി. അതിൻ്റെ പേര് വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് എന്നാണ്. ഈ വെറുതെ ഇരുന്ന് തുടങ്ങിയാണെങ്കിലും ഞാൻ അറിഞ്ഞത് 300 കോടി രൂപ ടേൺ ഓവർ ആയെന്നാണ് അല്ലേ? അതാണ്, വെറുതെ ഇരുന്ന് തുടങ്ങിയതാണ്. സാറിനെ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പറ്റില്ലെന്ന് സാർ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? ഇല്ലേ? എന്ന് തന്നെയല്ല, ഞാൻ ഈ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, സാറിന് എത്രത്തോളം സ്റ്റെബിലൈസറിനെ പറ്റി അറിയാമോ, അതിനൊക്കെ കൂടുതൽ കൺസ്ട്രക്ഷനെ പറ്റി അറിയാമോ? ഇതൊക്കെ എവിടെയാണ് സാർ പഠിച്ചത്? അത് ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷന് എനിക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ആയിരുന്നു. അപ്പൊ എൻ്റെ ധാരണ ഞാൻ ഇലക്ട്രോണിക്സിൽ മെഡിക്കനായെന്നായിരുന്നു. അപ്പൊ ആ ആംഗിളിലാണ് എൻ്റെ ചിന്ത വീണ്ടും പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഈ പറഞ്ഞ മാതിരി ഇതിനേക്കാൾ മുമ്പ് വേറൊരു വീട് വെച്ച്, അപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഞാൻ അതിനകത്ത് അനാവശ്യമായിട്ട് ഇടപെടുന്നു. ആർക്കിടെക്റ്റിനെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ പറയുന്നു. അനാവശ്യമായി ഇടപെടുന്നു. അതെ, കാരണം അങ്ങേർക്ക് ഇഷ്ടാവുന്നില്ല. എന്നിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങള് പിന്നീട് കാണുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ വീട് വന്നപ്പോ, അവിടെ ഒരു 10 കൊല്ലം താമസിച്ചു കലൂര്. ഈ വീട് വന്നപ്പോ ഞാൻ പതുക്കെ ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുകയും ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ഇടപെടും, ഇതിന്റെ ഏറെക്കുറെ ഷേപ്പും ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ അപ്പൊ വീടിന്റെ കാര്യത്തിൽ ഇടപെട്ടു. അത് കഴിഞ്ഞ് അമ്യൂസ്മെന്റ് പാർക്ക്, അന്ന് വീഗാലാൻഡ് അത് തുടങ്ങിയപ്പോഴും ഞാൻ ഒരുപാട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ആർക്കിടെക്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അല്ല, അതിന് ഞാനൊരു കാര്യം ചെയ്തു. അയാള് ഒരു ജസ്റ്റ് പാസ് ഔട്ട് ചെയ്ത ഒരു യങ് ആർക്കിടെക്റ്റിനെ വിളിച്ചു. കാരണം ഞാൻ പറഞ്ഞത് കേൾക്കണല്ലോ. അതെ അതെ. അപ്പൊ എന്റെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു, ഒരു കേരള തീമായിരിക്കണം, കേരള സ്റ്റൈലായിരിക്കണം, എവിടെയൊക്കെ കേരള തീം ഇൻജക്ട് ചെയ്യാൻ പറ്റുമോ ചെയ്തിരിക്കണം. പിന്നെ ചെടികൾ ഒരുപാട് വേണം, മരങ്ങൾ ഒരുപാട് വേണം. അപ്പൊ അങ്ങേര് തീം പാർക്ക് പോലും കണ്ടിട്ടില്ല. ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയി വിദേശത്തേക്കൊക്കെ, അത് കാണിച്ചു കൊടുക്കാനായി. പ്ലസ്
അങ്ങനെ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളായിരുന്നു. എനിവേ സംഭവം ഇറ്റ് ഹാസ് കം ഔട്ട് വെൽ. അപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം കൂടി. പിന്നെ ഞാൻ വി ഗാർഡിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് പണിയാൻ തീരുമാനിച്ചപ്പോൾ ഞാനൊരു യങ്ങസ്റ്റ് ആർക്കിടെക്റ്റിനെ കണ്ടുപിടിച്ചു. അപ്പോൾ അയാളോട് പറഞ്ഞ് ചുറ്റിന് ചെടിയായിരിക്കും. അയ്യോ സാറേ അതൊന്നും നടക്കില്ല, ഇതൊക്കെ കുറച്ച് നാൾ സാർ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും, പിന്നെ ആകെ ഷാബിയാവും, ഇതെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു അത് ഞാൻ ഏറ്റു. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചു. അങ്ങനെയൊക്കെ ഇങ്ങനെ ആയിപ്പോയി. അത് പക്ഷേ സാറിന്റെ ഏതൊരു എന്താ പറയുക ബിൽഡിങ്സ് കണ്ടാലും മുഴുവൻ ചെടികളാണ് അല്ലേ, എല്ലാം. അവസാനം അതങ്ങനെ ആയിപ്പോയി. അതിന്റെ തുടക്കം ഇവിടെ തന്നെയാണ് അല്ലെ, ഇവിടെ കാണുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിൽ ഒന്നിലും എനിക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല. ഇത് ഷീലയാണ്. ഇവിടെ ഒരു അടിമയില്ല. ഇവിടെ നമ്മള് തരാറില്ല. ഒരു സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക് നല്ല ദാമ്പത്യ ജീവിതത്തിന് അതാണ് നല്ലതെന്ന് കണ്ടെത്തി. അതെ എത്രയോ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാരും തെളിയിച്ചാണ്, തെളിയിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ജീവിത ചര്യ എന്താണ്? രാവിലെ എപ്പോ എഴുന്നേൽക്കുന്നു, എപ്പോ ഓഫീസിൽ പോകുന്നു? ഞാന് മനഃപൂർവ്വം ലേറ്റായിട്ട് ഉണരാൻ ശ്രമിക്കുന്ന ആളാണ്. കാരണം തനിയെ ഒരു 5:30 ആകുമ്പോൾ ഉണരും. എന്നാലും എന്തിനത്ര നേരത്തെ എണീക്കണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ കിടന്ന് സ്ലോലി 5:45 ആകുമ്പോൾ 6 ആകുമ്പോഴേക്കും തല പൊങ്ങിയിരിക്കും, കിടക്കാൻ പറ്റില്ല. പിന്നെ രാവിലെ കുറച്ച് എക്സസൈസുകൾ, അല്ലെങ്കിൽ കുറച്ച് വാക്കിംഗ്, ഒരു ട്രെഡ്മില്ലുണ്ട്, പിന്നെ ഒരു ക്രോസ് ട്രെയിനർ ഉണ്ട്, പിന്നെ കുറച്ച് യോഗയുണ്ട്. ഇതെല്ലാം കൂടി പണ്ട് പലതും ചെയ്തു നോക്കിയിരുന്നു. അവസാനം ഇതിലൊക്കെ വന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുക. പിന്നെ കുറച്ച് എന്താ പറയാ, ആളുകൾക്കറിയാം എന്നെ ഒരു 8:30 തൊട്ട് 9:30 വരെ വിളിച്ചാൽ കിട്ടും, ഉറപ്പായിട്ട് കിട്ടും അറിയാം. അപ്പോൾ അങ്ങനെ അറിഞ്ഞ് ആൾക്കാർ ആ നേരത്തെ തന്നെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ആ നേരത്ത് ഫോൺ എടുക്കുകയും ചെയ്യും. 8:30ക്കും 9:30ക്കും അടച്ച് വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കും. അത് പിന്നെ 9:30 10 എന്നാലും ഫോൺ എടുക്കും. അങ്ങനെ ഒരു സോഷ്യൽ കോളുകളും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകണം. 10 മണി കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. എന്നിട്ട് എത്ര മണി വരെ ഇരിക്കും അവിടെ? എന്നിട്ട് ഞാനൊരു 2 o'clock വരെ ഓഫീസിൽ ഉണ്ടാവുള്ളൂ. സാറിപ്പോൾ പുതിയൊരു കാര്യം തുടങ്ങിയിരിക്കുന്നത് പലരും കണ്ടു കാണും. ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു 11 ഏക്കറിൽ ഒരു എന്താ പറയുക വെൽനസ് ഒരു പ്ലേസ് ആണെന്ന് പറയാം. പക്ഷേ വെൽനസ് പ്ലേസ് മാത്രമല്ല, ഞാനിപ്പോൾ അടുത്ത കാലത്ത് അവിടെ പോയതൊരു വിവാഹത്തിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോഴാണ് ഞാൻ കണ്ടത് എത്ര മനോഹരമായിട്ടാണ് അവിടെ ആ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം. സാറിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ വീഗാലാൻഡ് ആണെങ്കിലും ഞാനും ഇതുപോലെ യാത്ര ചെയ്യുന്ന ആൾ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വന്ന് ലോകത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഡെൻമാർക്കിൽ കോപ്പൻഹാഗനിലും എന്നാണ് കേട്ടത്. അവിടെയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അതിനോടെല്ലാം കിടപിടിക്കുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും നമ്മൾ ആദ്യകാലത്തോടെ കാണുന്ന വീഗാലാൻഡ് ഉള്ളത്. അപ്പം ആദ്യകാലത്ത് ഇപ്പം ഞാൻ അന്ന് മാതൃഭൂമിയിലെ ബിസിനസ് റിപ്പോർട്ടറാണ്. അതിൻ്റെ ഉദ്ഘാടനം റിപ്പോർട്ട് ചെയ്തത് ഞാനാണ്. അപ്പം ഞാനൊക്കെ വിചാരിച്ചു ഇതൊക്കെ ഒന്നാമത്തെ കാര്യം അന്ന് 1000 രൂപയ്ക്ക് അടുത്ത് എന്തോ ഫീ ഉണ്ട് അല്ലേ അന്ന് കയറാൻ? ഇല്ല, പക്ഷേ അന്ന് 200 ഉള്ളൂ. പക്ഷേ 200 തന്നെ വലിയ സംഖ്യയാണ്. അതായത് ഒരു തിയേറ്ററില് 5.5 രൂപയായിരുന്നു ടിക്കറ്റ്. ആ കാലത്താണ് ഇവിടെ 200 രൂപ. എന്നാലല്ലേ എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് സാറൊന്ന് പേടിച്ച് കാണുമല്ലോ. ആദ്യകാലത്ത് ആളിത്തിരി കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ കുറച്ച് കുറവാണോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് പിക്ക് ചെയ്തു. അതെ. പിന്നെ ഇപ്പൊ എത്ര രൂപയായാലും അതൊരു ഡെസ്റ്റിനേഷൻ ആയി. ഇപ്പൊ 2000 രൂപ ആക്കിയാലും ആൾക്കാർ. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് അധികം ചാർജ് ചെയ്യാൻ പറ്റില്ല. അല്ല, മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മയുള്ള സാറിന്റെ ചില ധൈര്യമുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ ഇപ്പൊ പലരും ഓർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് വീഗാലാൻഡ് തുടങ്ങിയ സമയത്ത് അതിനകത്ത് പെർമിഷൻസിന്റെ പ്രശ്നം വന്നപ്പോൾ സാറ് ഒരു പ്രസ്താവന നടത്തി. ഇത് നട്ടിലും ബോൾട്ടിലുമാണ് ഞാനിത് നിർമ്മിച്ചിരിക്കുന്നത്, ഇവിടെ പറ്റില്ല, ഞാനിതൊക്കെ ഊരിക്കൊണ്ട് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം അതായത് ഇവിടെ അന്ന് മറ്റ് സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഇവിടെ ഒരു എക്സ്ട്രാ ടാക്സ് ഉണ്ടായിരുന്നു. ഒരു പഞ്ചായത്ത് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു 15%. ബാക്കി തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല. ഞാൻ പറഞ്ഞു അത് മാറ്റിത്തരാതെ ഞങ്ങള് ഇത് ഇനോഗ്രേറ്റ് ചെയ്യില്ല, പണി നടക്കുന്നുണ്ട്, എന്തിനാണെങ്കിലും നിർത്തി വയ്ക്കാം. പിന്നെ ഈ പറഞ്ഞ മാതിരി പല സാധനങ്ങളും നട്ടിലും ബോൾട്ടിലാണ്. അങ്ങനെ കുറെ നാളെ എൻ്റെ പുറകെ നടന്നു. ഞാൻ പാർക്ക് പണിയുന്നതിൻ്റെ ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് പലതവണ പോയിട്ടുണ്ട്. 2 മന്ത്രിസഭ മാറിയിട്ടൊക്കെയാണ് അവസാനം തീരുമാനമായത്. അവസാനം ഇപ്പൊ എനിക്ക് മാത്രം ചെയ്താൽ പറ്റില്ലല്ലോ, മൊത്തം ഈ പഞ്ചായത്ത് ടാക്സ് എടുത്ത് കളഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ 4 സ്ഥലങ്ങളിലായി ഇപ്പൊ വണ്ടർല അല്ലെ? ഇപ്പൊ ഞാൻ കേട്ടത് പഞ്ചാബിലാണ് ഏറ്റവും വലിയ വണ്ടർല വരാൻ പോകുന്നത്. അല്ല, ചെന്നൈയിലാണ് ഇപ്പൊ ഒരെണ്ണം മെയിനായിട്ട് പണി നടക്കുന്നത്.
അവിടെയൊക്കെ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടാറുണ്ടോ? മോനാണല്ലോ പ്രധാന അല്ല, ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പോൾ വി ഗാർഡിലെയോ വണ്ടർലയുടെയോ കാര്യങ്ങളിൽ ഞാൻ തീരെ ഇടപെടുന്നില്ല. കാരണം എനിക്കറിയാം അവിടെ ഇപ്പോൾ അരുണായാലും ഇതിനായാലും ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് 20-22 വർഷമൊക്കെ ആയിട്ടുള്ളതാ. ഇനി അതിന്റെ ഉള്ളില് കൈട്ടിളക്കിയിട്ട് കാര്യമില്ല. എങ്കിലും ഒരു തടസ്സം വരുമ്പോ സാറിന്റെ ഒരു അഭിപ്രായത്തിലേക്ക് അവര് ചോദിക്കും. അപ്പൊ ഞാനൊരു എങ്ങും തൊടാത്ത മാതിരി പറയും. അതായത് ഇതൊക്കെയാണ് എനിക്ക് തോന്നണേ, നിങ്ങള് ബാക്കിയുള്ളവരോടൊക്കെ ആലോചിക്ക്. അപ്പോൾ അവരെന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവരുടെ സ്ട്രെങ്ത് വർഷങ്ങളായിട്ട് ഇതിന്റെ ഒപ്പം നിന്നിട്ടുള്ള കുറെ മാനേജേഴ്സ് ഉണ്ട്. അവര് റിട്ടയർ ചെയ്തിട്ടും അവരിവിടെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് കളിയാക്കി ചോദിക്കും, എന്താ അവരൊക്കെ റിട്ടയർ ചെയ്തിട്ട് എന്താ അവരൊക്കെ വിടാത്ത? പക്ഷെ അതിന്റെ ഇടയ്ക്ക് പാരലായിട്ട് ഇവര് പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പഴയ ആൾക്കാരെ അവര് വിടുന്നില്ല. അല്ല, എക്സ്പീരിയൻസ് മാറ്റേഴ്സ് അല്ലേ. അതുപോലെ സാറിന്റെ കാര്യത്തിൽ മറ്റൊരു കാര്യം, അതും പുതിയ തലമുറ ഓർക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കിഡ്നി ദാനം ചെയ്ത ആളാണ് സാർ. അതായത് ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരിക്കലും സ്വന്തം അവയവം ദാനം ചെയ്യാൻ ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ആയിരിക്കും. അപ്പോൾ സാറ് കൊടുത്ത് സാറിന് അങ്ങനെ പരിചയമുള്ള ആൾക്കൊന്നുമല്ല. അതിപ്പോൾ എത്ര വർഷമായി സാർ? അതിപ്പോൾ ഒരു 14 വർഷം കഴിഞ്ഞു. 14 വർഷം ഇതിപ്പോൾ വെറുതെ അങ്ങനെ എടുത്തു കൊടുത്താൽ പോരല്ലോ. അതിന്റെ സർജറി, അതിന്റെ കാര്യങ്ങൾ, അതായത് ഇത് വൃക്ക സ്വീകരിക്കുന്ന ആളുടെ അത്രയും തന്നെ അല്ലേ ഒരു. ആക്ച്വലി ഞാൻ തീരെ മണ്ടനല്ലല്ലോ, ഇതിനെപ്പറ്റി പഠിച്ചു. പഠിക്കാനൊരു സാഹചര്യം ഉണ്ടായി, പഠിച്ചു. അപ്പൊ നോക്കുമ്പോ അറിവുള്ള ഡോക്ടർമാര് പറയുന്നത് ഇത് അത്ര വലിയ കാര്യമല്ല. പണ്ടൊക്കെ വലിയ കാര്യം ഉണ്ടായിരുന്നു, ഓപ്പൺ സർജറി ആയിരുന്നു, പയർ കീറി മുറിച്ച്. ഇപ്പൊ ഇത് കീ ഹോൾ സർജറിയാണ്. നിങ്ങളൊരു ഇത് കഴിഞ്ഞിട്ട് 4 ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുള്ളൂ, വീട്ടിലേക്ക് വിടും. ഒരു 15 ദിവസം റെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ കളയ്ക്കാനും കെട്ടാനും നല്ലല്ലോ പോകുന്നത്, ഓഫീസിലൊക്കെ പോവാം. ആക്ച്വലി ഞാൻ അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയൊരു ഷോർട്ട് ഒരു വിദേശ യാത്ര വന്നു. അത് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അതിനെന്താ അത് പോയിക്കോ, ഞാൻ പോയി വന്നു. അപ്പോൾ ഇത് ഇത്രയ്ക്ക് ഉള്ളൂ എന്നും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അല്ല, എങ്കിലും അതിനകത്തൊരു വലിയ റിസ്ക് ഇല്ല. കാരണം ഇപ്പൊ 2 കിഡ്നിയും ആരോഗ്യമുള്ള ഒരാളെന്നുള്ളതൊക്കെ അന്ന് കൃത്യമായിരുന്നു. പക്ഷെ മറ്റൊരു കിഡ്നിക്ക് കൂടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ബാജ് തരില്ലേ? ഞാൻ തരുമോ? നമ്മൾ ഇന്നലെ പക്ഷെ പരിചയപ്പെട്ടുള്ളൂ. കിഡ്നി എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ആരെങ്കിലും ഒരാൾ തരില്ലേ? ശരിയാണ്. അല്ല, എങ്കിൽ പോലെ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. ഒരിക്കലും സാറിന് വളരെ ഈസി ആയിട്ടോ പറഞ്ഞു പോയെങ്കിൽ അങ്ങനൊന്നും അല്ല. നമുക്കറിയാം, നമ്മളാരും അങ്ങനെ കൊടുക്കാനുള്ള സാധ്യതയുമില്ല. ഈ കിഡ്നി കൊടുത്തതിന് ശേഷമല്ല സാറ് വലിയ വെയിറ്റ് എടുത്ത് നോക്കുകൂലിക്കെതിരായിട്ട് സാധനങ്ങളൊക്കെ ലോറിയിൽ നിന്ന് ഇറക്കുകയൊക്കെ ചെയ്ത്? വലിയ വെയിറ്റ് ഒന്നുമല്ല, കാരണം അത് ഈസ്റ്റാറിന്റെ ഗോഡൗണായിരുന്നു. അപ്പൊ അതിനകത്ത് തുണിയായിരുന്നു, അണ്ടർവെയറൊക്കെ ആയിരുന്നു. അതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം. പെട്ടി വലുതായിരിക്കും, അതേസമയം സ്റ്റെബിലൈസറൊക്കെ പൊക്കാൻ പറ്റില്ല. വാശി പിടിച്ചിട്ട് കാര്യമില്ല, നടക്കില്ല. അതെ, അപ്പൊ എന്നാ ചെയ്യുന്ന കാണിച്ചു തരാം. ഒരു മരുന്നിനൊരു മറുമരുന്ന്. അല്ല, തീർച്ചയായിട്ടും അതൊരു ഭയങ്കര അന്നൊരു വലിയ വാർത്തയായിരുന്നു. അതായത് നോക്കുകൂലി ചോദിച്ച് സാർ പറഞ്ഞു നോക്കുകൂലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫാക്ടറിയിലേക്ക് വന്ന സാധനങ്ങൾ സ്വയം ഇറക്കുന്ന ഒരു സംഭവം. ഞാൻ മുഴുവനൊന്നല്ല, അതായത് അവിടെ ഒരു തർക്കം നിലനിൽക്കുകയാണ്. അപ്പൊ എന്നെ പ്രകോപിപ്പിച്ചത് ഞങ്ങളുടെ ഒരു സ്റ്റോർ കീപ്പർ, അവിടുത്തെ ഒരു മാനേജർ ഇവര് ഹാൻഡിൽ ചെയ്തു, കൈകാര്യം ചെയ്തു. അപ്പോഴാണ് എനിക്ക്, കാരണം നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ മോശമല്ലേ. കാരണം എൻ്റെ ശമ്പളം വാങ്ങിച്ച് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളെ അപ്പോൾ പോലീസിനോട് പറയുമ്പോൾ അത് ലേബർ ഇഷ്യൂ ആണ്, നിങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്യുക. ഒരു ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല, നമ്മൾ നേരിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്തു. ഇതേ സാധനം ഞാനിപ്പോ അടുത്ത കഴിഞ്ഞ ഒരു പുസ്തകം വായിച്ചു. അത് വി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ പഴയൊരു വ്യവസായമാണ്. അദ്ദേഹം റാഡോ ടയേഴ്സ് എന്ന് പറഞ്ഞ, അദ്ദേഹത്തിന്റെ ആത്മാത ഇപ്പൊ വന്നിട്ടുണ്ട്. അതിൽ ഇതേ സംഭവം റാഡോ ടയേഴ്സ് തുടങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തതായിട്ട് വായിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നിങ്ങളൊക്കെ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാണ് ഈ ഒരു എനിക്ക് നല്ല അതെ, അത് ഇറാനിലൊക്കെ വലിയ വലിയ കോടീശ്വരനായി ജീവിക്കുകയും അവസാനം ഒന്നും എടുക്കാൻ പറ്റാതെ തിരിച്ചു വരുന്ന ഒരു ഗംഭീര കഥയായിരുന്നു അത്. നമുക്കിനി ഒന്ന് ജസ്റ്റ് വണ്ടി അല്ലേ എന്നൊക്കെ പറഞ്ഞാലും ചോദിക്കണല്ലോ. അപ്പൊ സാറിന്റെ വാഹന ചരിത്രം എന്ന് പറയുന്നത് ഞാൻ അവിടെയൊക്കെ വായിച്ചു കേട്ടത് ആദ്യം ഒരു സൈക്കിളായിരുന്നു. പിന്നെ ഈ വിഗാർഡ് എന്ന് പറഞ്ഞ സ്റ്റെബിലൈസറിന്റെ ഇതിലേക്ക് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലാംബി സ്കൂട്ടർ വാങ്ങിച്ചു അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരിക്കും സാറ് അതൊരു 77-ലൊക്കെ അല്ലേ? ആക്ച്വലി ഞാൻ ഒരു 3 വർഷം ജോലി ചെയ്തു. അപ്പോൾ അതൊരു
73 തൊട്ട് 76 വരെ ആ ജോലി ചെയ്തു. ആ 76 റിസൈൻ ചെയ്തു. ആ അപ്പോൾ ആദ്യം സൈക്കിളായിരുന്നു അവിടെ. ആ ആ അത് അവിടെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് പിന്നെ സ്വല്പം ചില്ലറയൊക്കെ ആയപ്പോൾ ഒരു പഴയ ലാമ്പ് വാങ്ങിച്ചു. ആ അന്ന് തന്നെ 2800 രൂപ കൊടുത്തു. അത് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. 150 രൂപ ശമ്പളമുള്ളപ്പോൾ 2800 രൂപ സംഘടിപ്പിച്ചത് അതിൽ ചില്ലറ കടക്ക് മേടിച്ചിട്ടാണ് അത് മേടിക്കുന്നത്. ആ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് അത് വാങ്ങിച്ചൊരു ത്രില്ല് ഇത് മേടിച്ചപ്പോൾ കിട്ടിയിട്ടില്ല. Anyway, അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സാധനം ഈ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് വന്നപ്പോൾ ട്രെയിനിൽ ലഗേജ് ബോഗിയിൽ കയറ്റി സാധനം ഇങ്ങോട്ട് കൊടുക്കും നമ്മുടെ കൂടെ. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതുമ്മ കയറി ഇരുന്നിട്ട് ഓടിച്ച് ലോഡ്ജിൽ പോയി ലോഡ്ജിൽ ഓക്യുപ്പൈ ചെയ്ത്. അത് നമ്മുടെ ഒരു സ്വന്തത സഹചാരിയായിരുന്നു. കുറെ നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു, മക്കളായി. അപ്പോൾ ഒരു പഴയ പ്രീമിയർ പത്മിനി 25,000 രൂപ കൊടുത്തു. അതെ, അത് സെക്കൻഡ് ഹാൻഡ്. അത് കുറെ നാൾ കൊണ്ട് കിടന്നു. അല്ല, അപ്പോഴത്തേക്ക് സാറ് വീഗാർഡാണ് സാറിന്റെ ജീവിതം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു? അല്ല, അതായത് നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ആദ്യം എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു സയന്റിസ്റ്റ് ആവണം എന്നൊക്കെ ആയിരുന്നു വലിയ വലിയ മോഹങ്ങൾ. അപ്ലൈ ചെയ്തിട്ട് കിട്ടണില്ല. കിട്ടിയ ജോലിക്ക് പോയി. കിട്ടിയ ജോലിക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മള് നാട്ടുമ്പുറാണ്, പ്യുവർ കാർഷിക മേഖല. അപ്പം അവിടെ ഈ MSc ഒക്കെ പഠിച്ച് ക്ലാസ്സൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ ജോലി ഇല്ലാണ്ട് നിൽക്കുമ്പോൾ സഹതാപം, അയ്യോ മോന് ജോലിയൊന്നും ആയില്ലേ, മോന് ജോലിയൊന്നും ആയില്ല. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കിട്ടിയ ജോലിക്ക് പോയതാ. ചെറിയ സ്ഥാപനമായിരുന്നു. അവിടെയാണ് 3 വർഷം വർക്ക് ചെയ്തത്. പക്ഷെ ഞാൻ പറയും, ആ 3 വർഷം വർക്ക് ചെയ്തതാണ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയേക്കാളും എനിക്ക് ഗുണം ചെയ്തത്. പക്ഷെ അപ്പോഴും ഞാൻ ISROയിലേക്കൊക്കെ അപേക്ഷ ഉണ്ട്. പഴയ ഫയൽ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ISRO നഷ്ടമായിട്ട് കണക്കാക്കാൻ പറ്റും തീർച്ചയായിട്ടും. അതിന് സാറ് ഫാദർ സാറിന് 2 തവണയായിട്ട് 1 ലക്ഷം രൂപ തന്നു സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ശരിക്കും ഒരു കർഷക കുടുംബമാണ്. അന്നൊക്കെ 50,000 രൂപ എന്നൊക്കെ പറഞ്ഞ കർഷകനെ സംബന്ധിച്ച് വലിയ പൈസ ഇല്ല. എവിടെ നിന്നാണ് ആക്ച്വലി ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് വീട്ടിൽ അത്യാവശ്യം ഭൂസ്വത്തൊക്കെ ഉണ്ട്. ഏക്കർ കണക്കിന് കൃഷി, തെങ്ങ്, കവുങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഫാദറിൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആള് അത് കുട്ടികളെ അറിയിക്കില്ല. കാരണം അങ്ങനെ മീനി കളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിള്ളേര് ഷൈൻ ചെയ്യണ്ടല്ലോ, പിടിച്ചേ കൊടുക്കുകയുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ 3 കൊല്ലം ജോലി ചെയ്യുകയും ഇതൊക്കെ ചെയ്ത് തുടങ്ങാൻ പോണെന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞ ആളെ കുപ്പിയിലാക്കി. ഞാൻ പറഞ്ഞൊരു 50,000 രൂപയൊക്കെ മതിയാവും, ബാക്കി ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുമല്ലോ. അങ്ങനെയല്ലേ എല്ലായിടത്തും പറയാറുള്ളത്. 50 രൂപ നമ്മൾ ഇറക്കിയാൽ 50 രൂപ ലോൺ കിട്ടും. 50 ഇറക്കിയാൽ പിന്നെ ഇറക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നല്ലേ? അല്ല, ഒരാൾ കഴിച്ചിട്ട് ബാങ്കുകാർ തരുന്നില്ല. അവര് പറയാ വെച്ച് നീട്ടുക, ഓരോന്ന് പറഞ്ഞ് നീട്ടുക. കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞ് ഇത് വിജയിക്കുമെന്ന് തോന്നണില്ല, ഞങ്ങള് റെക്കമെൻഡ് ചെയ്തു. പക്ഷെ ഹെഡ് ഓഫീസിൽ നിന്ന് റിജക്ട് ചെയ്തു. റീജിയണൽ ഓഫീസ് ഞാനൊരു മണ്ടത്തരം ചെയ്തത് ഒരു നാഷണലൈസ് ചെയ്ത ബാങ്കിൽ അപ്ലൈ ചെയ്തു. നേരെ മറിച്ച് ലോക്കലാണെങ്കിൽ പിന്നെയും കിട്ടിയാണ്. പിന്നീട് വർഷം കഴിഞ്ഞിട്ടേ കിട്ടിയുള്ളൂ. കിട്ടിയത് അഗെയിൻ ഒരു തൃശ്ശൂർ ബേസ്ഡ് ബാങ്കിൽ നിന്നാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അങ്ങേരോട് ചോദിച്ചു. പുള്ളിക്ക് അപ്പോഴേക്കും മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ പണം വേസ്റ്റ് ആക്കില്ല എന്ന് ആൾക്കറിയാം. ഒരു ഏജൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ മിഥുനും അരുണും കുപ്പിയിലാക്കാൻ പറ്റുന്ന ഒരു അച്ഛനാണോ അവരോട് ചോദിക്കണം? ആക്കിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും. ഇല്ലേ? അല്ല, പൈസയുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം അവരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും അങ്ങനെ വിട്ടുകൊടുക്കാതെ പൈസയൊക്കെ. അതെ, കാരണം അതായത് ഇവര് അവിടെ പോയി ഷൈൻ ചെയ്യാൻ പാടില്ല. അപ്പോ ഭാരതി വിദ്യാഭവൻ കളമക്കര അവിടെയാണ്. അപ്പോൾ ആദ്യം തീരെ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു പോകാനൊക്കെ. അത് കഴിഞ്ഞൊരു 7ാം ക്ലാസ് ആയപ്പോൾ 2 സൈക്കിൾ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഫാദർ വന്നിട്ട് എന്നെ വഴക്ക് പറയും, നീ എന്ത് പണിയാ കാണിക്കണേ, നിനക്ക് കാശില്ലാണ്ടാണ് വണ്ടിയിൽ കൊണ്ട് വിട്ടൂടെ, ഡ്രൈവർ ഇല്ലേ, വണ്ടിയില്ലേ? അല്ലാന്ന് പോട്ടെ. അപ്പൊ സൈക്കിളിൽ കറങ്ങിയായിരുന്നു. അവര് 7 തൊട്ട് 10 വരെയും സൈക്കിളിലായിരുന്നു. അല്ല 10 അല്ല, അപ്പൊ അന്ന് വേറെ സാധനം ഉണ്ടായിരുന്നു, ഒരു
ലൈസൻസ് വേണ്ടാത്തൊരു മൊപ്പെട്ടെന്ന് സാധനം ഉണ്ടായിരുന്നു. 50cc. 50cc. അതിന് ലൈസൻസ് വേണ്ട. അത് അവസാനം മേടിച്ചു കൊടുത്തു. ഒരു 10 ആയപ്പോൾ 10th. പിന്നെ 10, 11, 12 അവിടെ ഉണ്ടായിരുന്നു അവര്. അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്കും കാറൊക്കെ കിട്ടിയത് പിന്നീടാണ്. അവർക്ക് കാർ കിട്ടിയതെന്ന് പറയുന്ന ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാണ് സാർ വാങ്ങിച്ചു കൊടുത്തത്? അതിന് മുമ്പ് വാങ്ങിച്ചു കൊടുത്തിരുന്നോ? അല്ല, അവര് പിന്നെ പഠിക്കാനായിട്ട് ബാംഗ്ലൂർക്ക് പോയി. അപ്പൊ ബാംഗ്ലൂർക്ക് പോയപ്പോ ബൈക്ക് വേണമെന്നായി. അപ്പൊ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു ബൈക്കിന് പകരം പഴയ കാറ് വാങ്ങിച്ചു തരാം എന്നായി. ഇപ്പൊ ചെറിയൊരു ഓരോരുത്തർക്കും ഒരു ചെറിയ കാറ് വാങ്ങിച്ചു കൊടുത്തു. അവര് എങ്ങനെയാണ്, വണ്ടി പിന്നാന്തന്മാരാണോ? അവര് ഇപ്പത്തെ ചെറുപ്പക്കാരല്ലേ, അപ്പൊ അവർക്ക് വണ്ടികളെ പറ്റി നന്നായിട്ട് അറിയാം. അവർക്കൊരു ഈ പറഞ്ഞ മാതിരി ഒരു കുഴപ്പമുള്ളത്, അവര് എന്നോട് പറയും ഡാഡിയുടെ വണ്ടി മാറാറായി, 4 കൊല്ലം കഴിഞ്ഞു, ഇനി ഇപ്പൊ വിറ്റില്ലെങ്കിൽ വില കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ സെലക്ട് ചെയ്ത് ഒരു വണ്ടിയൊക്കെ സെലക്ട് ചെയ്ത് ഇവിടെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവരും. കുറച്ച് കഴിയുമ്പോ അത് നമ്മള് ചെക്ക് എഴുതി കൊടുക്കേണ്ടി വരും. അവര് കൊണ്ടുപോകും? അല്ലല്ല, അത് ഇവിടെ ഇടും. കുറച്ച് കളയുമ്പോ പറയും ഞാൻ വണ്ടി ഒന്ന് മാറുകയാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ. അത് കുഴപ്പമില്ല, കുപ്പിയിലാക്കാൻ അറിയാവുന്ന മക്കളാ, കുഴപ്പമില്ല. എങ്കിലും അവർ തന്നെയാണോ പൂർണ്ണമായി ഉപദേശകർ വണ്ടി വാങ്ങിക്കുന്ന കാര്യത്തില്? തീർച്ചയായിട്ടും. എനിക്ക് ഒരു പിടിയില്ല. അപ്പൊ ബെൻസിന്റെ എസ് ക്ലാസ് ഞാൻ എപ്പോഴും സാറിനെ കണ്ടുകൊണ്ടിരുന്നത് ഇതുവഴിയൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ബെൻസിന്റെ എസ് ക്ലാസ്സിൽ ചാരി കിടന്ന് മൊബൈൽ നോക്കിക്കൊണ്ട് പോകും. ഞാനിങ്ങനെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ എസ് ക്ലാസ് എന്നൊന്നും പറയുന്നത് സാറിന് പ്രത്യേകിച്ച് ഈവൺ ഇവര് ഒരു പണി ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തില് മേബാക്ക് വാങ്ങിച്ചു തന്നു. അതെ, മേബാക്ക് കണ്ടു. മേബാക്ക് വാങ്ങിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് അവര് അതിനേക്കാളും വലുത് മേടിച്ചു. അതൊരു ടെസ്റ്റ് ഡോസ് ആണ് ഇവിടെ തരുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ മേബാക്ക് വന്നിട്ട് ഞാനതൊരു ഭാഗ്യത്തിന് അതൊരു ലീസിലായിരുന്നു, കമ്പനി ലീസ്. അതൊരു 3 കൊല്ലം ഉപയോഗിച്ചോളൂ. 3 കൊല്ലത്തെ ലീസായിരുന്നു. അത് കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഉണ്ടല്ല, ഇത് വർക്ക്ഷോപ്പിൽ പോയാലുണ്ടല്ലോ ഒരു 15 ദിവസം എടുക്കും പൂനെന്ന് സാധനം വരണം. കുറച്ച് കഴിയുമ്പോ 10 ദിവസം 4 ദിവസം കഴിയുമ്പോ പറയും ജർമ്മനിന്ന് വരണം. എനിക്ക് തന്നെ മതി, ഇവിടെ കിട്ടുന്ന സാധനത്തൊക്കെ തന്നെ മതി. സാറപ്പ എപ്പോഴാണ് ഡ്രൈവിംഗ് കാർ ഓടിക്കാൻ പഠിച്ചത്? ഏത് കാലത്താ? കാറ് ആദ്യമേ തന്നെ. കാരണം നമ്മള് ഈ ചെറിയ പ്രീമിയർ പത്മിനി ഞാന് അതിന്മ പഠിച്ചില്ല. കാരണം 28,000 വാങ്ങിച്ച് പഠിച്ചില്ല. അതിൽ പഠിച്ചില്ല. കാരണം അതിന് മുമ്പ് പോയിട്ട് വേറെ ചേർന്ന് പഠിച്ചു ഈ ഡ്രൈവിംഗ് സ്കൂളിൽ. കാരണം അത് കേടാക്കണ്ടല്ലോ. അത് പഠിച്ചിട്ട് ഞാൻ തന്നെ പഠിച്ചിരുന്നേ. എനിക്ക് കുറെ നാള് ഡ്രൈവർ ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ പഠിച്ചിരുന്നു. വീട്ടിലൊരു ഡ്രൈവറുണ്ട്, ഷീലയും അതിൻ്റെ ഇടയ്ക്ക് പഠിച്ചെടുത്തു. പക്ഷെ ഒരു ഡ്രൈവറുണ്ട്, പക്ഷെ എനിക്ക് ഓടിക്കായിരുന്നു സുഖം. ഏത് സമയത്താണ് സാറ് ഡ്രൈവിംഗ് അവസാനിപ്പിച്ച് പൂർണ്ണമായും ഡ്രൈവറിനെ ഏൽപ്പിച്ചത്? അത് പിന്നെ കുറെ നാള് കഴിഞ്ഞിട്ട്. അപ്പൊ പുതിയൊരു വണ്ടി വാങ്ങിച്ച എപ്പോഴാ? ഈ പത്മിനിക്ക് ശേഷം ഒരു കാര്യം പറയാം, ഈ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിച്ചിട്ടില്ലല്ലേ? ഇല്ല. ഓടിക്കാൻ തരുമോ? ഇടയ്ക്കൊക്കെ ഓടിക്കാൻ തരുമോ? ഓടിക്കണമെങ്കിൽ ആദ്യം പഠിക്കണം. അത് എവിടെ പിടിച്ച് അമർത്തണ്ട്. പുതിയ ടെക്നോളജി ഒക്കെ വന്നപ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കാണ്ടായി. കാരണം എന്തിനാ നമ്മളൊക്കെ പഠിക്കണത്? സാറ് ടെക്നോളജിയുടെ ആളല്ലേ? കാരണം ഈ കേരളത്തിലും സ്റ്റെബിലൈസർ ആവശ്യമുണ്ടെന്ന് കണ്ട് അന്ന് സ്റ്റെബിലൈസർ നിർമ്മിച്ച ആളെന്നുള്ള അല്ലെങ്കിൽ എന്തായാലും ടെക്നോളജി കൂടെ കൊണ്ടു നടക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഞാനൊക്കെ നമുക്ക് ഓരോന്നിനും ഓരോ ജ്വരമാണല്ലോ ഓരോ സമയത്ത്. ഈ പറഞ്ഞ മാതിരി ആദ്യം ഒരിടയ്ക്ക് ബിസിനസ് വളരണം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അത് വളർന്നപ്പോൾ പിന്നെ വാട്ട് നെക്സ്റ്റ്. പിന്നെ അന്ന് പറഞ്ഞല്ലേ ഈ വിദേശയാത്രകൾ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വിദേശയാത്രകളാണ് വണ്ടർല തുടങ്ങാൻ കാരണം. വിദേശയാത്രയാണ് വി ഗാർഡിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഇതുപോലെ പണിയാൻ കാരണം. വിദേശയാത്രയാണ് നമ്മുടെ ചിറ്റലപ്പള്ളി സ്ക്വയർ തുടങ്ങാൻ കാരണം. ഇതൊന്നും പുതിയ സാധനങ്ങളല്ല, ഇതെല്ലാം വിദേശത്തുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അതിൻ്റെ ഒരു മാതൃക നമ്മുടെ നാട്ടില് ആയിക്കൂടാ എന്നുള്ളൊരു ഇതിലാണ് ആ ഒരു തോന്നല് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണിന്റെ കാര്യം സാർ എത്രത്തോളം അത് ഉപയോഗിക്കാറുണ്ട്? വാട്സപ്പും എന്റെ കാര്യത്തില് വളരെ കുറവാ. ഞാൻ അതിന്റെ ഒരു 20% ഒക്കെ ഉപയോഗിക്കില്ല. അത്യാവശ്യം ഫേസ്ബുക്ക്, ഞാൻ ഇൻസ്റ്റാഗ്രാമില് രജിസ്റ്റേർഡ് ആണെങ്കിലും ഞാൻ അതിനകത്ത് ഇല്ല, ആക്റ്റീവ് അല്ല.
സാർ പക്ഷെ ഇടയ്ക്ക് യൂട്യൂബിൽ പിന്നെ യാത്രാ വീഡിയോകൾ യൂട്യൂബില് അത് ആക്ച്വലി എനിക്കൊരു നല്ലൊരു സെക്രട്ടറി ഉണ്ട്. അപ്പോൾ അയാളുടെ ഒരു നിർബന്ധപ്രകാരമാണ്, പുള്ളി യങ്സ്റ്ററാണ്, അയാളെ നിർബന്ധപ്രകാരം സാറ് അബ്രോഡ് പോകുമ്പോൾ വീഡിയോ എടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറയൊന്നും കൊണ്ടുപോകാൻ തയ്യാറല്ല. അല്ല സാറ് മൊബൈൽ എടുത്താൽ മതി. അത് അപ്പോൾ ഇയാള് കുറച്ച് നാൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആശാൻ ആ കഴിവ് തെളിയിക്കണം. അപ്പോൾ ഞാൻ കഷ്ണം എടുക്കുന്നു, എന്നിട്ട് നമ്മളെ കൊണ്ടൊരു വോയിസ് ഓവർ ചെയ്യിക്കുന്നു, പിന്നെ അതെല്ലാം കൂടി സ്റ്റിച്ച് ചെയ്തൊരു കഷ്ണമാക്കുന്നു. അങ്ങനെ ഒരു സാധനം. പക്ഷെ സാറ് അത്യാവശ്യം വ്യൂ ഉണ്ട്. ഞാനത് വീഡിയോ നോക്കുമ്പോൾ മിക്കതിനും അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്, അങ്ങനെ മോശം ഇല്ല. അതെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പോണതിന് മുമ്പ് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് രാജ്യത്തിൻ്റെ ഹിസ്റ്ററി പറയും. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ അധികം വിവരിക്കുന്നില്ല, ഓവറോൾ ഒരു ചുറ്റിക്കളിയുള്ളൂ. സാർ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഇന്നലെ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഞാൻ സാറിൻ്റെ അതൊരു മെസ്സേജ് അയച്ചു. കാര്യം ഞങ്ങൾ ഇന്ന് ഇൻ്റർവ്യൂ ഒക്കെ ഫിക്സ് ചെയ്യണം, ഞാൻ എന്നെ സാറ് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു എൻ്റെ ഒരു പ്രൊഫൈലൊക്കെ അയച്ചപ്പോൾ സാറിൻ്റെ അതാണ് ഞാൻ കുറച്ച് വീഡിയോ കണ്ടിട്ടുണ്ടെന്നോ, എനിക്ക് വലിയ അത്ഭുതം തോന്നി. അപ്പോൾ അങ്ങനെ വീഡിയോസ് ഒക്കെ കാണാം. അത് ഞാൻ പറയും, ഒരു കാലം വരെയൊക്കെ ഞാൻ സിനിമയ്ക്കൊക്കെ പോയിരുന്നു, തിയേറ്ററിൽ കുത്തിയിരുന്ന് കണ്ടിട്ടുണ്ട്, നോവലുകൾ വായിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് നോവലൊക്കെ വായിച്ചിട്ട് നമുക്കിങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വരുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്നൊരു ഈ ഗൂസ് ബംസ് ഒന്നും വരുന്നില്ല. പിന്നെ ഞാൻ പതുക്കെ ഹിസ്റ്ററിയിലേക്ക് മാറി, ഹിസ്റ്ററി ചാനലുകൾ, പിന്നെ ട്രാവലോഗ്സിലേക്ക്, പിന്നെ ഈ മറ്റേ സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ ബയോഗ്രഫി ഡോക്യുമെൻ്ററീസ്, അതില് ഞാൻ സൂപ്പറാണ് ഇപ്പോഴും അത് മാത്രമേ കാണാറുള്ളൂ. പിന്നെ കോമഡി ചാനലിൽ കോമഡി ചാനലുകൾ ഷോസ് വിടില്ല, മലയാളം. അതുപോലെ തന്നെ നമുക്ക് വണ്ടികളിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരികയാണെങ്കിൽ നമ്മളിവിടെ കാണുന്നത് ഇതിപ്പോൾ എസ് ക്ലാസ് ആണ്. അതിൻ്റെ ബാക്കിൽ BMW X7, അവിടെയായിട്ട് കിടക്കുന്നത് കിയ സെൽറ്റോസ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അത് ഞാൻ ഓടിക്കും, ഈ ചെറുതൊക്കെ ഞാൻ ഓടിക്കും. ആണോ? ഇപ്പോഴും ഓടിക്കും. സാറിന് ഇപ്പം എന്താ വലിപ്പമാണോ പ്രശ്നം ഇത് ഓടിക്കാതിട്ടിരിക്കുന്നത്? അതല്ല, നമുക്ക് അത് ഓടിക്കുമ്പോൾ ചെറിയ സാധനമല്ലേ. നമുക്ക് ഈ നമ്മുടെ നാട്ടില് പാർക്കിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. പാർക്കിങ്, റിവേഴ്സ് എടുക്കല്, ആരും പോയി മേത്ത് മുട്ടിക്കാൻ പാടില്ല. ഈ ചെറിയ വണ്ടികളൊക്കെ ഞാൻ ഓടിക്കും. അല്ല, പക്ഷെ അതും മിനിമം. കാരണം ഏതായാലും ഒരു ഡ്രൈവറുണ്ട്, ഷീലയ്ക്ക് വേറെ ഡ്രൈവറുണ്ട്. പക്ഷെ ഷീല വലിയ വണ്ടിയൊക്കെ ഓടിക്കും, BMW ഒക്കെ ഓടിക്കുന്നുണ്ടല്ലോ. അപ്പൊ സാറ് ഈ പറഞ്ഞ പോലെ പ്രായമായി 74 വയസ്സായി എന്നൊക്കെ എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സാറിന്റെ ആരോഗ്യകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് സാറിന് ഇപ്പോഴും. ഞാൻ ഏത് കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ സാർ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. സാറിന് വലിയ മാറ്റം, ഇച്ചിരി നരച്ചെന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. മുടി നരച്ചിട്ടില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ചിലവര് ചോദിക്കുക എന്തിനാ തലമുടി മാത്രമായിട്ട് കറുപ്പിക്കുന്നതല്ലേ? കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം. ദൈവദത്തമായ ഗർഭനിറാന്ന് മനസ്സിലാക്കത്തില്ല. ഈ സാധാരണഗതിയിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ സാറിന്റെ ജീവിതത്തിൽ ഇപ്പം ഒരു ആസ് എ ബിസിനസ് മാൻ നേടാവുന്നതൊക്കെ നേടി, മക്കളൊക്കെ നല്ല രീതിയിൽ ബിസിനസ് നോക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പം സാധാരണഗതിയിൽ എങ്ങനെ വെച്ചാൽ നമ്മൾ പേരക്കുട്ടികളെ കളിപ്പിച്ച് വൈകുന്നേരം എണ്ണമൊക്കെ അടിച്ച് അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു ജീവിതം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇപ്പോഴും വീഗാലാൻഡ് ഡെവലപ്പേഴ്സിൻ്റെ സജീവമായിട്ട് അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനിൽ ഇടപെടുന്നു. അപ്പം സാറ് അവസാന നിമിഷം വരെ ജോലി ചെയ്ത് ജീവിക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന ആളാണ്. അല്ല, അതായത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ, അതായത് വീഗാർഡ് തുടങ്ങിയിട്ട് ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് വണ്ടർല തുടങ്ങുന്നത്. ആ സമയമായപ്പോഴേക്കും ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചെടുത്തു. അതായത് എൻ്റെ സ്ഥാപനത്തിൽ അന്നത്തെ കാലത്ത് നമുക്ക് വലിയ IIT നിന്നും IIM നിന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ കിട്ടിയവരെ എടുക്കാമെന്ന് മാത്രം. അതൊന്ന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അപ്പോൾ അത് നോക്കുമ്പോൾ വലിയ ഡിഗ്രി ഒന്നും ഇല്ല, വലിയ കോളേജിലൊന്നല്ല പഠിച്ചത്. അവർക്ക് ചിലവരൊക്കെ എന്നെക്കാളും എടുക്കുന്നുണ്ട്, എന്നെക്കാളും ഹാർഡ് വർക്കിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ പൊതുവെ ഒരു മടിയനാണ് കേട്ടോ. അല്ലല്ല, ഞാന്
ഞാൻ ഓപ്പണായിട്ട് പറയുമല്ലോ, അതായത് വേറെവർ പോസിബിൾ ഐ വിൽ ഡെലിഗേറ്റ്, വേറെ ആൾക്ക് ഇട്ട് കൊടുക്കും. പക്ഷെ ഡെലിഗേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. നമ്മളതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായിട്ട് ആ ഒരു ബോധവൽക്കരണം ഉണ്ടല്ലോ, അത് നമ്മുടെ ഡ്രൈവറായാലും ശരി. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് വ്യക്തമാക്കി. അപ്പോൾ ഷീല പറയും, എന്തിനാ ഇത്രയ്ക്ക് നീട്ടി പറയണേ? അത് കാരണം ഒരു കുഴപ്പമില്ല എനിക്ക്. ഡ്രൈവർ ആണോ? ഇല്ല, അത് ആദ്യം ഒന്ന് ബ്രീഫ് ചെയ്യും. ഇവിടെ പോകണം, ഞാൻ ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു തരാം, നോക്കിക്കോളണം. അതൊക്കെ പഠിച്ചോളണം, ആരോടെങ്കിലും ചോദിച്ച് പഠിച്ചേക്കണം, അവര് എക്യുപ്ഡാവണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സെക്രട്ടറി അയാൾക്ക് എന്നെക്കാളും നോളജ് ഉണ്ട് ഈ വക ടെക്നോളജി കാര്യത്തിൽ. അപ്പോൾ ഞാൻ മൊബൈലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എടുത്തിട്ട് അതിന്റെ പാസ്വേഡൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് പറയുന്നത് അതൊന്ന് ശരിയാക്കി കഴിച്ചു. നമ്മളെന്തിനാന്ന് സമയങ്ങൾ. പക്ഷേ എങ്കിലും ഞാൻ അറിയാം സാർ വീഗാലാൻഡ് ഡെവലപ്പേഴ്സിന്റെ കാര്യത്തിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന്. അതിലുണ്ട്, അതിനകത്ത് വളരെ ഡീപ്ലി ഇൻവോൾവ്ഡാ. അതിന് കാരണം അത് ശിശുവാണ്. പക്ഷെ ഇപ്പൊ അത് ഈ പറഞ്ഞ മാതിരി ടീനേജ് ആയി. കാരണം അത് 12 വയസ്സ് കഴിഞ്ഞു, 13ലേക്ക് കടന്നു. എങ്കിലും ഇപ്പോഴാണ് ഒന്ന് കൂടുതൽ ആക്റ്റീവ് ആയത്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിലും നല്ല ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഈ ആൾക്കാരൊക്കെ ചിലവര് ആദ്യം വി ഗാർഡിലുണ്ടായിരുന്നു, അവരെ മിടുക്ക് കണ്ടിട്ട് ഞാൻ അവരെ വണ്ടർലയിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് പറഞ്ഞു എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ചിലര് എൻ്റെ കൂടെ 30-35 വർഷം വർക്ക് ചെയ്തിട്ടുള്ളവരുണ്ട് ഈ വീഗാലാൻഡ് ഡെവലപ്പേഴ്സിൽ. വിശ്വസിപ്പിക്കാവുന്നവരുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു 11 ഏക്കർ സ്ഥലം നഗരഹൃദയത്തിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു ഇത്തരത്തിലുള്ള വീഗാലാൻഡ് ഡെവലപ്പേഴ്സിൽ കമ്പനിയുള്ള ഒരാളെന്ന് വെച്ചാൽ അവിടെ ഒരു 5 ടവർ പണിയുകയും അതിൻ്റെ ടേൺ ഓവർ 300 എന്നുള്ള 500 കോടി ആക്കാനും ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സാർ ചെയ്തിരിക്കുന്ന ഈ ചിറ്റപ്പള്ളി സ്ക്വയർ എന്ന് പറയുന്നത് എന്തായാലും അതിൻ്റെ ഒരു ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയുന്നത് വളരെ താമസിച്ചായിരിക്കാം. എന്നിട്ട് സാർ അങ്ങനെ ഒരു പ്യുവർലി അത് അങ്ങനെ തന്നെ തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോയതാ. അതായത് ഒരിടയ്ക്ക് ഒരു ചർച്ചയിൽ ഞങ്ങൾക്കൊരു ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ അതിലൊരു ഡിസ്കഷനിൽ ഒരു സജഷൻ വന്നു. അതായത് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, കുറേ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്, രോഗികൾക്ക് സഹായം ചെയ്യുന്നുണ്ട്, ഇത് 2 പ്രധാനം. പിന്നെ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫിസിക്കൽ ഒരു മോണിമെന്റ് വേണമെന്നായി. അപ്പോൾ അവരെന്നെ സജസ്റ്റ് ചെയ്തു തന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. ഞാൻ പറഞ്ഞു, ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് 2 ഞാനില്ല. കാരണം ഹോസ്പിറ്റൽ തുടങ്ങിയാൽ അത് വിജയിപ്പിക്കണം, പിന്നെ കോളേജ് തുടങ്ങിയാലോ അതും സൂപ്പറാക്കണം. ഇനിയിപ്പോൾ ഞാനൊരു മത്സരത്തിനില്ല. ഇത് അങ്ങനെ ചിറ്റപ്പള്ളി ഫൗണ്ടേഷന്റെ പേരിൽ ആ സ്ഥലം വാങ്ങിച്ചത്. വാങ്ങിക്കുമ്പോൾ തന്നെ അതായത് ഇത് അടുത്ത കാലത്തൊന്നും ലാഭമാവില്ല എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ. പക്ഷേ അത് ബ്രേക്ക് ഈവൻ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് മാറ്റി നിർത്തിയാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പൊ ഇപ്പൊ അവസാനമായി ഇടപെട്ടിരിക്കുന്ന വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് ശൈശവദശ പിന്നിട്ട് ടീനേജറായി. തീർച്ചയായിട്ടും സാറിന്റെ താല്പര്യം ഇനി അടുത്ത് എന്തെങ്കിലും പോകും, എന്തെങ്കിലും തോന്നല്ലേ എന്നാണ് പ്രാർത്ഥന. തോന്നലെന്ന് പ്രാർത്ഥനയുള്ളൂ കേട്ടോ, തോന്നല്ലേന്ന് പ്രാർത്ഥന. പക്ഷെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോ, ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോ കുറെ പേര് ചോദിച്ചു, എന്തിനാ ഇത്ര കോമ്പറ്റീഷനുള്ള ഫീൽഡിലേക്ക് ഇറങ്ങണേ? ഒരുപാട് പേരുണ്ടല്ലോ. പക്ഷെ അപ്പൊ എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടപ്പുണ്ടല്ലോ, പാർക്കുകൾ പണിയിച്ചതിൻ്റെയും നേരത്തെ പറഞ്ഞ മാതിരി. അപ്പൊ ആ ഒരു താല്പര്യം ഉണ്ടല്ലോ. അല്ല, നോക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെ അത് തുടക്കത്തിലൊക്കെ സ്വല്പം സ്ട്രഗിൾ ചെയ്തു, പക്ഷെ പടിപടിയായിട്ട് ഉയർന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്, ഈ റെറ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയുണ്ട്, റൂൾസ് ഉണ്ട്. ആ റൂൾസൊക്കെ വന്നപ്പോൾ കുറേ അൺവാണ്ടഡ് എലിമെന്റ്സ് ഒക്കെ പൊട്ടിപ്പോയി. അപ്പൊ ഒരു സ്പേസ് അവിടെ കയറി വന്നു. നമ്മൾ നേരെ ആ സ്പേസിൽ കയറിയിരുന്നു. ഇപ്പൊ കേരളത്തില് 1mm 3-4 ഒക്കെയാണ് ആയിട്ടുണ്ട്. തീർച്ചയായും അത് പിന്നെ പറഞ്ഞാൽ ഏത് സ്ഥാപനത്തിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമ്മൾ നോക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ വി ഗാർഡിന്റെ ഒരു ബാക്കപ്പ്, ആ ഒരു പേരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കും.
ഈ തുടക്കത്തിൽ സാറ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫസ്റ്റ് ടൈം ഫാദറിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് തുടങ്ങുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഫ്രിഡ്ജുകൾ പോലും ഒത്തിരി വ്യാപകമായ ഒരു കാലമൊന്നുമല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത്? അല്ല, അതിനൊരു കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ഐറ്റം ഉണ്ടായിരുന്നു, പക്ഷെ അവരതിന് തീരെ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. കാരണം ആ സമയത്ത് കെൽട്രോണുണ്ട്, പിന്നെ ടാറ്റ കമ്പനിയാണ് നെൽക്കോ, അവർക്ക് ഈ സാധനമുണ്ട്, പിന്നെ ബോംബെ നിന്നും ഡൽഹിയിൽ നിന്നും ഉണ്ട്. അതൊക്കെയാണ് ഇവിടെ മാർക്കറ്റില്. പിന്നെ ഈ ഫ്രിഡ്ജൊക്കെ കുറച്ച് എറണാകുളത്ത് അന്ന് 4 കട മാത്രമേ ഉള്ളൂ, ഫ്രിഡ്ജ് കട. വളരെ പണക്കാരുടെ വീട്ടിൽ മാത്രമേ ഫ്രിഡ്ജ് ഉള്ളൂ. പിന്നെ AC അപൂർവം ഓഫീസുകളിൽ മാത്രം, വീടുകളിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല, വൻകിട ഓഫീസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ, എനിക്ക് അവിടെ ശമ്പളം കിട്ടിയിരുന്നു. അതിനേക്കാളും ഒരു 50 എണ്ണമൊക്കെ വിറ്റാൽ നമുക്ക് ആ ശമ്പളത്തിനേക്കാളും 50 എണ്ണം വെക്കാനേ ഉദ്ദേശിച്ചുള്ളൂ ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മറ്റേനേക്കാളും എൻ്റെ ശമ്പളത്തെക്കാളും കൂടുന്ന ഒരു കണക്കൂട്ടലായിരുന്നു. അത് അധികം വൈകാതെ തന്നെ ഞാൻ അച്ചീവ് ചെയ്തു. പക്ഷെ അവിടെ നിൽക്കില്ലല്ലോ, 50 പിന്നെ 5000 ഇങ്ങനെ കയറിപ്പോയി. ഏത് ഘട്ടത്തിലാണ് സാർ ഒരു ഷെഡിലാണ് തുടങ്ങിയെന്ന് അറിയാം? ആ ഷെഡിൽ നിന്ന് ഒരു ഓഫീസിലേക്ക്, ഒരു പ്രോപ്പർ ഓഫീസിലേക്ക് മാറുന്നത് എത്ര കാലം കഴിഞ്ഞപ്പോൾ? ഒരു വീടിന്റെ സൈഡിലുള്ള ഒരു ഓഡിറ്റർ ഷെഡ് ഉണ്ടായിരുന്നു. അവരെന്തൊക്കെയോ നടത്തിയിട്ട് ഗോഡൌണൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ട് അത് കാലിയായിട്ട് കിടക്കായിരുന്നു. അതാണ് ആദ്യം വാടകയ്ക്ക് എടുത്തത്, ഒരു ഷെഡ്, ഓഡിറ്റർ ഷെഡ്. അവിടെ ഒരു 2 കൊല്ലം നടത്തി. അപ്പോഴേക്കും നമുക്കൊരു ഒരു ഗ്രിപ്പ് കിട്ടുന്നു പറഞ്ഞു. തൊട്ടടുത്ത സ്ഥലം മേടിച്ച്, തൊട്ടടുത്ത് തന്നെ വാങ്ങിച്ചു. അധികമൊന്നുമില്ല, ഒരു 12 സെന്റ് സ്ഥലം. അവിടെ ഒരു 3 നില കെട്ടിടം പണിത് ഇതങ്ങോട്ട് മാറ്റി. അപ്പോഴേക്കും 2-3 കൊല്ലമായി. ഇങ്ങനെ പടിപടിയായിട്ടാണ് നീ, അല്ലാതെ ഒറ്റയടിക്കൊന്നല്ലായിരുന്നു. ആ പൈസ തിരിച്ചു കൊടുത്തായിരുന്നു 1 ലക്ഷം രൂപ? ഇല്ലല്ലേ? ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, അത് ചോദിച്ചിട്ടില്ല. അല്ലേ? അപ്പൊ ഏതൊരു ഘട്ടത്തിലാണ് ഫാദറിനൊക്കെ മനസ്സിലായത് കുഴപ്പമില്ല ഇവൻ ഇതും കൊണ്ടൊക്കെ ഓടിക്കോളൂ തോന്നിയൊരു ഘട്ടം? അത് തുടക്കത്തിലൊക്കെ വീട്ടുകാർക്ക് സംശയമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫാദറിന് എന്നിൽ എന്തോ ഒരു ധൈര്യം ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ സമ്മതിക്കില്ലല്ലോ. അപ്പൊ എന്നോട് പറയും, എനിക്കൊക്കെ എന്നെക്കാളൊക്കെ കൂടുതൽ പഠിപ്പൊക്കെ ഉണ്ട്, എന്താണ് ഞങ്ങൾക്ക് ആലോചിച്ച് ചെയ്തോ എന്ന് പറയും. അതാണ് ഉപദേശം. പിന്നെ നമ്മള് കഴിവ് തെളിയിക്കാൻ തുടങ്ങിയത് അവർക്ക് മനസ്സിലാവുകയാണ് പതുക്കെ. അപ്പം ഫാദർ മരിച്ചപ്പോ എത്ര വർഷമായി കാണും മരിച്ചിട്ട്? ഇപ്പൊ തന്നെ ഒരു 20 വർഷത്തിൽ കൂടുതലായി. നമ്മുടെ വിജയം കണ്ടതിന് ശേഷം വിജയം കണ്ട് വേറെ കുട്ടിയുടെ കല്യാണമൊക്കെ ആവാറായപ്പോഴേക്ക് മരിച്ചിട്ടുള്ളൂ. അവരെ പഠിപ്പും കഴിഞ്ഞിട്ടൊക്കെ മരിച്ചിട്ടുള്ളൂ. ശരി. അപ്പൊ എന്തായാലും ഒരു ഭയങ്കര ഗംഭീരമായ ഒരു സക്സസ് സ്റ്റോറിയാണ്. കാരണം സാറിനെ പറ്റി ഞാൻ വായിച്ചത് ഇവർ വീട്ടിലൊന്നും അങ്ങനെ ബിസിനസ്സുകാരേ ഇല്ലാത്തൊരു നാട്ടിലേക്ക് കൃഷിയാണ് പ്രധാനം. പിന്നെ അല്ലറ ചില്ലറ ബിസിനസ്സൊക്കെ ചിലരൊക്കെ പയറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. എക്സാമ്പിള് ഞങ്ങളുടെ ഫാദറും കസിൻസൊക്കെ കൂടിയിട്ട് അവിടെ ഒരു ഓട്ട് കമ്പനി, ഒരു അന്നത്തെ കാലത്ത്. പക്ഷെ അത് എല്ലാവരും ഷെയർ ഇട്ട്, അതിനകത്ത് 10 പേരുണ്ട് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം അതിനകത്ത് ഫാദർ കസിൻസിന്റെ കൂടെ ചേർന്നു മാത്രം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും തൃശ്ശൂരുകാരുടെ ബ്ലഡിൽ കുറച്ച് ബിസിനസ് ഉണ്ട് അല്ലേ? അതെല്ലാരും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫാമിലീസ് നമ്മൾ കാണുന്നവരെല്ലാരും. അത് അറിഞ്ഞോ അറിയാതെയോ, അല്ല ക്രിസ്ത്യൻ ഫാമിലി മാത്രമല്ല, ഇപ്പോ കല്യാണുണ്ട്. യൂസഫ് അലി തൃശ്ശൂരാണ്, മുഹമ്മദ് അലി തൃശ്ശൂരാണ്, മറ്റേ നന്ദകുമാർ മണപ്പുറം തൃശ്ശൂരാണ്. അല്ലല്ല, എല്ലാ വെറൈറ്റി ഉണ്ട്. എങ്കിലും ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിനുള്ള ഒരു വ്യവസായിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തുടങ്ങിയിട്ട് ഏതാണ്ട് സാറിൻ്റെ അത്രയും കാലം 40 വർഷത്തിനടുത്താണ്. പക്ഷേ 23 വെർട്ടിക്കൽസ് ഉണ്ട് അവർക്കിപ്പോൾ കമ്പനിക്ക്, പലതരത്തിലുള്ള ബിസിനസ്. പക്ഷേ സാർ ഈ പറഞ്ഞ പോലെ ഒരു 3-4 എണ്ണത്തിലാണ് ഒതുങ്ങി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ? എനിക്ക് തോന്നുന്നത് ബേസിക്കലി കുറച്ചും കൂടി ഫോക്കസ്ഡ് ആണ്. അതായത് ഒരെണ്ണം അതിൻ്റെ പരമാവധി ഉരുട്ടിക്കയറ്റി സക്സസ്സിൽ എത്തിക്കുമ്പോൾ വേണമെങ്കിൽ വേറെ എണ്ണം തുടങ്ങാം. എന്നിട്ട് അത് ഉരുട്ടിക്കയറ്റി സക്സസ്സിൽ എത്തിക്കുമ്പോൾ വേണമെങ്കിൽ വേറെ എണ്ണം തുടങ്ങാം. അല്ലാതെ ഇതിലൊക്കെ കൂടി കൈയിടാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊരു മടിയനാന്ന് പറഞ്ഞില്ലേ. മടിയനല്ല, ഓരോന്നിലുള്ള ആ ഒരു പ്രതിബദ്ധതയാണ് അത് കാണിക്കുന്നത്. പലരും പല ടൈപ്പാ. അതായത്
ഞാൻ പറയും ഞാൻ അങ്ങനെ ഒരു ചിലരുണ്ട് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള, അതെ. അതായത് എല്ലാം വെട്ടിപ്പിടിക്കണം അല്ല അതെ അവർക്ക് ഇങ്ങനെ എനർജി ബബിളിങ് വിത്ത് എനർജി. ഞാൻ അങ്ങനെയല്ല അല്ല എനിക്ക് ഞാൻ നടക്കണത് തന്നെ സ്ലോ ആ. വീട്ടിൽ പറയും ഞാനൊരു സ്ലോ കോച്ചാണ്. ഇത്രയും പതുക്കാണെന്നൊരു ഇത്രയൊക്കെ ആയല്ലോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഞാൻ അടുത്ത മൂന്നാർ പോയി താമസിച്ചപ്പോൾ അവിടെ ഒരു റിസോർട്ടിൽ താമസിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കൊച്ചൗസ സാറിനും ഷെയർ ഉണ്ടെന്ന്. അതൊരു തമാശക്ക് ഫ്രണ്ട്സൊക്കെ കൂടി അവിടെ ഈ പറഞ്ഞ ഷെയർ ഇട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അത് 5-8 പേര് കൂടി തുടങ്ങിയതാ. പിന്നെ പലർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ അവരുടെ ഷെയറൊക്കെ ഞാൻ മേടിച്ച് പിന്നെ അവസാനം അത് എൻ്റെ തലയിൽ പെട്ടു. പിന്നെ ഞാനത് കുറച്ചുകൂടി നന്നാക്കി പോയിട്ടുണ്ടല്ലോ. ടോൾ ട്രീസ് എന്ന് പറയുന്ന മൂന്നാറിലെ റിസോർട്ട് സാറിൻ്റെയാണ്. അല്ല എന്നിട്ട് അത് ഞാൻ കാരണം നമ്മൾ ആ ലൈനിലല്ലാത്തതിനോട് നല്ല വിലക്ക് വേറെ ആൾക്ക് കൊടുത്തു. ഈ അടുത്ത് അത് വാങ്ങിച്ചത് ഒരു ഒറീസ ഗ്രൂപ്പാ. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇഷ്ടംപോലെ വേണമെങ്കിൽ അതിനകത്ത് വില്ലകളൊക്കെ പണിയാമെങ്കിലും പ്രകൃതി അങ്ങനെ നിലനിർത്തിക്കൊണ്ട് വളരെ കുറച്ച് വില്ലകളൊക്കെയാണ് നല്ലൊരു ഗംഭീര പ്രോപ്പർട്ടിയാണ്. അത് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൃത്യമായിട്ട് പാലിക്കും. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് അറിയണത് കൃത്യമായിട്ട് പെർമിറ്റ് വേണം, അല്ലാതെ ഇത് ഏലപ്പട്ടയാണ്. അപ്പൊ അന്ന് കാലത്ത് അതായത് 28 വർഷം മുമ്പ് ഞങ്ങളതിന് ഗവൺമെന്റിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തതാ റിസോർട്ട് പണിയാനായിട്ട്. ഒത്തിരി നടന്നിട്ടുണ്ട്. അന്ന് കിട്ടുകയും ചെയ്തു കേട്ടോ. പക്ഷെ അതിന് കുറെ റൂൾസ് ഉണ്ട്. ഒറ്റ മരം മുറിക്കാൻ പാടില്ല, പിന്നെ ഇത്ര റിസോർട്ട് പണിയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗസറ്റിൽ പബ്ലിഷ് ചെയ്തൊരു ഇതുണ്ട്. അതുകൊണ്ടല്ലേ അന്ന് അച്യുതാനന്ദം വന്നപ്പോ പൊളിക്കാതെ. ശരിയാണ്. അല്ല സാറിന്റെ കാര്യത്തിൽ സാറ് നിയമം പാലിച്ച് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു പാഠപുസ്തകമാണ് സാറിന്റെ ജീവിതം. ഈ നമ്മൾ ബിസിനസ്സിൽ ചതികളും ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു നിലയിലേക്ക് എത്തി. സാധാരണ നമ്മളെപ്പോഴും ബിസിനസ്സുകാരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കുറേ നമുക്ക് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയേക്കാം. പക്ഷേ സാറിൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമില്ല. വളരെ കൂളായിട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അതുപോലെ തന്നെ നിങ്ങളാരും പോയിട്ടില്ലെങ്കിൽ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ പോകണം. അത് കേരളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. തോന്നുന്ന രീതിയിൽ അതിമനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വെളിയിലൊക്കെ പോകുമ്പോൾ കാണാം പബ്ലിക് പാർക്കുകളിലൊക്കെ കുറേ എക്സസൈസ് സാധനങ്ങളൊക്കെ. അതെല്ലാം മുനിസിപ്പാലിറ്റി ഉണ്ടായിരിക്കും, അവിടുത്തെ ലോക്കൽ മുനിസിപ്പാലിറ്റി ഉണ്ട്. ഞാൻ അത് അന്വേഷിക്കാറുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ. ഇതിന്റെ ഓണർഷിപ്പ് ആർക്കാ? അത് മുനിസിപ്പാലിറ്റിയാണ്. പക്ഷെ റൺ ചെയ്യുന്നത് ഒരു സൊസൈറ്റി മാതിരിയായിരിക്കും. അവിടുത്തെ ഇൻമേറ്റ്സ് ഒക്കെ കൂടിയിട്ട്. നമ്മളവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ അവിടുത്തെ പബ്ലിക് പാർക്കിൽ പോകാൻ പറ്റുന്നില്ലല്ലോ സേഫ് ആയിട്ട്. അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് അവസാനിപ്പിക്കാറായി. എങ്കിലും ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. സാർ വളരെ കണിശക്കാരാണ്. എനിക്കൊരു അനുഭവമുണ്ട്. എൻ്റെ പഴയ മാസികയിൽ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി എൻ്റെ ഓഫീസിലെ 2 പേരാണ് വന്നത്. അവർ 15 മിനിറ്റ് താമസിച്ചപ്പോൾ സാറ് ഗേറ്റിൽ നിന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. സമയം 15 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ സാറിൻ്റെ ഇവിടെ ജോലി ചെയ്യാന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അത് അവര് പഠിക്കുക. അവരൊക്കെ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലവരൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. തന്നെയല്ലേ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പിരമിഡ് പോലെ, അതായത് നമുക്ക് ആദ്യം എൻ്റെ ചുറ്റും കുറച്ച് ആൾക്കാർ, എന്നിട്ട് എൻ്റെ കൾച്ചറിന് യോജിക്കാത്തവർ താൻ കൊഴിഞ്ഞു പോവും. കൾച്ചറിനോട് യോജിക്കുന്നവർ ഒപ്പം നിൽക്കും. അവർ വേറെ ആളെ കൂട്ടും. അതിൻ്റെ മീതെ അങ്ങനെ അപ്പോൾ അവർ കംഫർട്ടബിൾ അല്ലെങ്കിൽ പരിപാടി നടക്കില്ല. അപ്പോൾ ഏറെക്കുറെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അത് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും ശരി, ടൈം കോൺഷ്യസിന്റെ കാര്യത്തിലായാലും ശരി, പിന്നെ സ്ട്രേറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ് ആയാലും ശരി, ആഫ്റ്റർ സെയിൽ സർവീസ് ആയാലും ശരി, ഇതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ശരിയാണ്. അപ്പോൾ ഈ ചോദ്യം എനിക്ക് ഒരാളോട് ചോദിക്കണം. അത് ഷീല മാഡത്തിനോട്. അത് നമ്മൾ ക്യാമറ ഓഫ് ചെയ്തതിനു ശേഷം ഞാൻ ചോദിച്ചോളാം. എങ്ങനെയുണ്ട് ഈ ജീവിതം? ടഫായിരിക്കും, സംശയം വേണ്ട. ടഫായിരിക്കും. വേറെ ഇന്റർവ്യൂല് സ്വകാര്യമായിട്ട് ചോദിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നത് എത്രത്തോളം എന്താ പറയുക, നമ്മൾ സാറിൻ്റെ കാര്യത്തിൽ എനിക്കറിയാം. ഈ കേരളം കൂടെ വിടുമ്പോൾ ബോർഡറിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വീഗാർഡിൻ്റെ ഇൻഡസ്ട്രീസിൻ്റെ പ്ലാന്റും മറ്റും. കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണോ? അല്ല, അതായത് വേണമെന്ന് വെച്ചാൽ ചക്ക പേരുമ്പിലും കായ്ക്കും. കേരളത്തിൽ തന്നെ വിജയം വരിച്ച എത്രയോ പേരുണ്ട്. കേരളത്തിൽ തന്നെ മുതൽ മുടക്കിയിട്ടുള്ള എത്രയോ പേരുണ്ട്. ഇപ്പോൾ വീഗാർഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്ക് എത്രയോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ മറ്റ് ഫാക്ടറികൾ പലതും കൊണ്ടുപോകാനുള്ള പ്രധാന ഒരു കാരണം ലോജിസ്റ്റിക്സും കൂടിയാണ്. അതായത് ഒന്നാമത് ലാർജ് എക്സ്റ്റെൻറ്റ് ഓഫ് ഏരിയ വേണം. പിന്നെ ലോജിസ്റ്റിക്സ് വൈസ് റോ മെറ്റീരിയൽ എല്ലാം
ബോംബെ പൂനെ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരണം. ഫിനിഷ്ഡ് ഗുഡ്സ് ഇപ്പോൾ വി-ഗാർഡിനൊക്കെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ കൊച്ചു മൂലയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ലാൻഡ് വാല്യൂ കൂടുതലാണ്, ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്, നാച്ചുറലി ലേബർ ചാർജ് കൂടുതലാണ്. അതിനൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള, അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ IT ഇൻഡസ്ട്രി വളരുന്നുണ്ട്, ടൂറിസം വളരുന്നുണ്ട്, അതിലൊക്കെ ആൾക്കാർ മുതൽ മുടക്കുന്നുണ്ടല്ലോ. അതുപോലെ പുതിയ പുതിയ ഇനിയും ഉണ്ടാവും, ഇനി കണ്ടുപിടിക്കാവുന്നതാണ്. ചെറിയ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു പ്രശ്നമായിട്ട് തോന്നിയാൽ വലിയ പ്രശ്നമാണ്. അതല്ല, ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് തോന്നിയാൽ നടന്നു പോകും. അതിനുള്ള ഉദാഹരണം കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്ന കൊച്ചു സാർ. എന്നാലും വളരെ സന്തോഷം. ഞാനിപ്പോൾ അടുത്ത കാലത്ത് പുതിയ വീട് വെച്ചപ്പം ഇലക്ട്രീഷ്യൻ പറഞ്ഞു, ഞാൻ ഫാൻ വാങ്ങിക്കുന്നതിനെ പറഞ്ഞു, പുള്ളി പറഞ്ഞു സാർ ഇപ്പോൾ പുതിയ ഫാനൊക്കെ വന്നിട്ടുണ്ട്, റിമോട്ടൊക്കെ ഉള്ള ഫാൻ. നമ്മൾ അന്ന കൊള്ളല്ല, എന്നാൽ പിന്നെ നമുക്കത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതൊക്കെ ഏത് കമ്പനിയുടെയാണ് എന്ന് ചോദിച്ചു. പുള്ളി 3-4 കമ്പനികളുടെ പേര് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു വി-ഗാർഡ്. ഞാൻ പറഞ്ഞു വി-ഗാർഡിനൊക്കെ അത് വാങ്ങിച്ചാൽ മതി, ഞാൻ ഫാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാനെന്നാൽ ബ്രോഷർ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ബ്രോഷർ എടുത്തുകൊണ്ട് വന്നു. എൻ്റെ വീട്ടിൽ മുഴുവൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന വി-ഗാർഡിൻ്റെ ഫാനുകളാണ്. അതാണ് വി-ഗാർഡ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത. അപ്പോൾ അതെല്ലാ മേഖലകളിലും അതങ്ങനെ വിശ്വസ്തമായി പോകാൻ കാരണം തീർച്ചയായിട്ടും കൊച്ചു സാറിൻ്റെ ജീവിതം തന്നെയാണ്. അപ്പോൾ വലിയ സന്തോഷം സാറേ, നമ്മൾ തൊട്ടടുത്ത് 15 വർഷം താമസിച്ചു കാണാൻ പറ്റിയ സന്തോഷം. അപ്പോൾ എന്തായാലും വയസ്സൊന്നും ആയിട്ടില്ല, അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയണ്ട. ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുക. അതല്ല, ഞാനൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം, വയസ്സായി തുടങ്ങുന്നത് സ്വയം പറയുന്നതാണ്. പക്ഷെ ഒരിക്കലും സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. മുന്നോട്ട് പോട്ടെ. വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് കഴിഞ്ഞ അടുത്ത ഒരു പരിപാടി കൂടി സാർ പിടിക്കും. നോക്കണം, നോക്കട്ടെ. നമുക്ക് അന്ന് കാണാം കേട്ടോ. താങ്ക് യു സാർ.